കരയണേ? അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, സംഭവിക്കും. എന്റെ ക്ലീറ്റോനെ കൊന്നളയും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. മോള് സമാധാനമായിട്ടിരിക്കും. അമ്മയാ എല്ലാത്തിനും കാരണം. ഏട്ടനെ രാജയോഗം എന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പൊ കാലയോഗമായി. എന്റെ ഏട്ടനെ കൊലപാതകയാക്കിയപ്പോ സമാധാനമായല്ലോ. ഞാൻ എന്തോ ഇതെന്ന വിഷമായിരിക്കുമല്ലേ? പോവാ. ഇന്നത്തെ പിരിവൊക്കെ ഗംഭീരമായിരുന്നു. ബക്കറ്റ് പിരിവെടുക്കാൻ ക്ലീറ്റോയെ പഠിപ്പിക്കല്ലേ കേട്ടോ. ക്ലീറ്റോ കുറെ പിരിച്ചിട്ടുള്ളതാ. ഞാൻ വിളിക്കാം. എന്തമ്മ കാര്യം? എന്തമ്മ? അല്ല, എന്താ കാര്യം എന്ന് പറയേ. അയ്യോ, ഇപ്പൊ ഞാൻ പോണ പാർട്ടി പരിപാടിക്ക് അവിടെ എവിടെയൊക്കെ എനിക്ക് നിന്നെ കൊണ്ട് പോകാൻ പറ്റുമോ? ഓ എന്താ ഇതിപ്പോ മനസ്സിലായി. രാവിലെ ഞാൻ പോയപ്പോൾ അവളെ സാരി മേടിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എടി അതിലിപ്പോ ഇനിയാലും പോലെ എനിക്കിങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? തങ്കം, നീ ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്തിക്കേ. അതെ, നിങ്ങളിത് എവിടെ പോ ഒരുങ്ങിയിരിക്കുക? പോകാനിരിക്കുകയല്ല, പോയിട്ട് വന്നിരിക്കുക. എവിടെ? ജോത്സ്യന്റെ അടുത്ത്. അപ്പൊ അതാണ് സംഭവം. ജോത്സ്യനെ കാണാൻ പോയപ്പോ ആ പൊട്ടൻ എന്തോ വിട്ടിത്തരം പറഞ്ഞു തന്നു. അതും കേട്ട് മൂന്നും കൂടെ എവിടെ വന്നിരുന്ന് കരയുക. എന്താ അയാള് പറഞ്ഞ? എന്താ പറഞ്ഞ അയാള്? ഒന്ന് പറ ഒച്ച. ഓ, അത് ക്ലീറ്റോ ചേട്ടനെ കനകേട്ടൻ കൊല്ലും. എന്റെ ഏട്ടനെ കൊലപാതകയായി നിങ്ങളെ കരച്ചിലൊന്ന് നിർത്തിക്കേ. അല്ല, കനക എന്നെ കൊല്ലുന്ന എങ്ങനെ കൊല്ലുമെന്ന് വല്ലതും പറഞ്ഞു? അതെ തങ്ക, നീ ഒന്ന് കരച്ചിൽ നിർത്ത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് വല്ലതും പറഞ്ഞോ? എന്താ പറഞ്ഞു? അത് കനകേട്ടന്റെ കയ്യിൽ നിന്ന് ക്ലീറ്റോ ചേട്ടന് ഒരടി മേടിക്കണം. എന്തിന്? മരണതുല്യമായിട്ടുള്ള ഒരു പ്രഹരം മേടിക്കണം. എന്നാലേ യോഗം മാറുള്ളൂ. അതൊന്നും ശരിയാവത്തില്ല. അതൊന്നും വേണ്ട. പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് എന്തോരം തല്ലു വാങ്ങണം. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ? നമ്മുടെ കനകനല്ലേ. ക്ലീറ്റോ ചേട്ടൻ വിചാരിച്ച എത്ര അടി വേണമെങ്കിലും കനകേട്ടന്റെ കയ്യിൽ നിന്ന് മേടിക്കാം. ഒന്ന് അടി മേടിക്കാൻ പറയാന്ന്. നിങ്ങളൊന്ന് കരയാതിരിക്കോ? ഞാൻ ചോദിച്ചോട്ടെ, വേറെ എന്തെങ്കിലും പ്രതിവിധി ഇല്ലേ? വല്ല പൂജയോ മന്ത്രോ അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? കനകന്റെ കൊച്ചച്ഛൻ 54-ാമത്തെ വയസ്സിൽ മരിക്കുമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞിരുന്നത്. 54 വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കാതിരുന്നപ്പോൾ മരിക്കൂലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതും ജന്മനാളിൻ്റെ ഒരു മടല് തലയിൽ വീണ് അപ്പൊ തന്നെ മരിച്ചു. അതിപ്പോ ഒന്ന് കരച്ചിൽ നടന്ന മനുഷ്യ ഇവിടെ ആകെ ടെൻഷനടിച്ച് നിൽക്കുമ്പോ എവിടെ ചക്ക വീണ ഒരു മുയൽ ചത്തെന്ന് പറഞ്ഞ് എല്ലായിടത്തും അങ്ങനെ സംഭവിക്കുകയൊന്നുമില്ല. ഇതൊന്നും ചുമ്മയാണ്. ഒരടി മേടിക്ക് ക്ലീറ്റോ ചേട്ടാ. ഞാൻ കാലിടിക്കാം ക്ലീറ്റോ. ഒരടി മേടിക്ക് ക്ലീറ്റോ. കണ്ണി കൊള്ളാനുള്ളത് പുരുവത്തും ഉണ്ടെന്ന് വിചാരിച്ചാ പോരെ. നിങ്ങളൊക്കെ പറയണത് ഞാൻ അടി മേടിക്കണമെന്നാ? മേടിക്കണം. പിന്നൊരു കാര്യം, ഈ സംഭവങ്ങളൊന്നും അടിക്കുമെന്നും ഈ ജ്യോത്സ്യ കാര്യങ്ങളൊന്നും കനകൻ അറിയരുതേ. അതറിഞ്ഞ എന്താ കുഴപ്പം? അല്ല, കനകൻ അറിഞ്ഞാ ഫലം ഉണ്ടാവത്തില്ല, മരണത്തിലേ അവസാനിക്കൂ. പിന്നെ അടി മേടിക്കോ? പറ. ഞാൻ ഈ കരച്ചിൽ നിർത്തും മേടിക്കാം. ഇവിടെ വന്ന് നിൽക്കണ്ട. ഒന്ന് വന്നേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നിനക്കെന്താ ചെവി കേട്ടൂടെ? ഈ വാ തമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നീ അളിയനാണ് മച്ചമ്പിയാണ് ഞാൻ നോക്കൂല. കുത്തി കുടഞ്ഞ എടുത്തു കളി. എങ്ങനെ അവൻ ചെയ്യാതിരിക്കും? ചെയ്ത എന്താണെന്നറിയാമോ? കനകന്റെ പേരും പറഞ്ഞിട്ട് ഓഫീസിൽ വന്നിട്ട് ബക്കറ്റ് പിരിവെടുത്തേക്കണം പാർട്ടിടാ. കനകന്റെ അളിയനാന്ന് പറഞ്ഞപ്പോ എല്ലാരും പൈസ കൊടുത്തു. ഇപ്പൊ അവൻ അത് വലിയ നാണക്കേടായില്ലേ?
എടാ ക്ലീറ്റസ് നിനക്ക് നാണമുണ്ടാ? ഈ തെണ്ടിത്തരം നിനക്ക് നിർത്താൻ പാടില്ലേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നീ ഇങ്ങനെ തുടർന്നാല് നിന്റെ മരണം അവന്റെ കൈ കൊണ്ടായിരിക്കും. അയ്യോ, എല്ലാവരും ഇത് തന്നെ പറയണേ, കൊല്ലും കൊല്ലുന്ന്. എന്തിനാ മനുഷ്യ ഇങ്ങനെ തല്ലിയിടുന്ന പണിക്ക് നിക്കണം നിങ്ങള്? ചേട്ടാ ഇപ്പൊ തന്നെ പോയി തല്ലി മേടിക്കേ. അത് വേണോ? നിക്കാതെ ചെന്ന് മേടിക്കാൻ. ഇപ്പോഴാവുമ്പോ അവിടെ ചെന്ന് നിന്നാ മതി. ഏട്ടൻ നല്ലത് തന്നോളൂ. നല്ല ചൂടില്ല. ചെല്ല് ചെല്ല് ക്ലീറ്റോ, കാല് പിടിക്കാൻ ക്ലീറ്റോ, ചെല്ല്. ചെല്ല് അങ്ങോട്ട്. ഈ വായും പൊളിച്ച് നിക്കാതെ ചെല്ലാനല്ലേ പറഞ്ഞത് ഞാൻ. അതെ, ഞാൻ എന്ത് പറഞ്ഞ് തല്ല് മേടിക്കുന്നു? ഒന്നും മിണ്ടട്ടോ, അവിടെ ചെന്ന് നിന്നാ മതി. ക്ലീറ്റോ, നിങ്ങളെ കാണുമ്പോ തന്നെ അവൻ അടിച്ചോളും. ചെല്ല്. അല്ല, ആരെങ്കിലും ഒരാളും കൂടെ വരും എൻ്റെ കൂടെ. വേണ്ട, ഞാൻ പോവാ. ഭർത്താവെ കാത്തോളണേ. നല്ലത് കിട്ടിയേക്കണേ. മോനെ നല്ല ഗെറ്റത്തിന് കിട്ടത്തക്കൊണ്ട് നിന്നു കൊടുക്കണേ. തമ്പുരാനെ, നല്ലത് കിട്ടിയേക്കണേ. ഞാനാ. എന്താണ് എന്താണ് എൻ്റെ അളിയ, നീ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? എൻ്റെ ഓഫീസിൽ വന്നിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തുക എന്ന് പറയുന്നത് വളരെ ചീപ്പല്ലേ? ആണ്. നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോലെ ഞാൻ തരൂല്ലേ? അതെ, ഞാൻ കാണിച്ചത് മോശമായിപ്പോയി. നീ എന്നെ ഒന്ന് തല്ലിക്കും. ഓ, എന്നെ തല്ലാഞ്ഞിട്ടാണ്. അല്ല അളിയ, ഞാൻ കാണിച്ച ഭയങ്കര ഒരു തെണ്ടത്തരം. നിൻ്റെ ഓഫീസിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്ന. അളിയ എന്നെ തല്ലിക്കളിയ. എന്തിനാടാ നിന്നെ തല്ലണത്? നിന്നെ തല്ലിയിട്ട് എന്താ കാര്യം? അല്ല, അളിയൻ്റെ ദേഷ്യം തീരട്ടെ, ഒന്ന് തല്ലിക്കളിയ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, പോടുന്നു. ഇപ്പൊ തല്ലാൻ നിൽക്കണം. എന്നാലും ജമന്തി, ജമന്തി ഒരു ചായ എടുക്ക്. അതെ, ചായ കുടിക്കണതിന് മുമ്പ് ഒന്ന് തല്ലിക്കളിയ. ദേഷ്യം. നീ ഒന്ന് പോയി തരും എൻ്റെ ക്ലീറ്റോ. എനിക്ക് ആകെ തല വരുത്ത് നിൽക്കണം ഞാൻ. തല്ലുണ്ടല്ലേ? കിട്ടിയ ലക്ഷണം ഒന്നും കാണുന്നില്ല. കിട്ടിയാ ഇല്ല. എന്താ കിട്ടാഞ്ഞത്? അവൻ അതുപോലെ എന്നോട് ക്ഷമിച്ചു. ഇപ്പോ ക്ഷമ ചോദിക്കാനാണോ ഞാൻ പറഞ്ഞു വിട്ടത്? മേടിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ലീജു ചേട്ടാ, എന്താ അടി മേടിക്കാഞ്ഞേ? മേടിക്കാൻ ഏട്ടൻ അവിടെ ചായം കുടിച്ചോണ്ടിരിക്കുന്നു. മേടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മേടിക്കുന്നു പറഞ്ഞാൽ ഇത് കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനമല്ലല്ലോ. തല്ലണം അവനും കൂടെ തോന്നണം. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതെ, ഏട്ടൻ ഇപ്പൊ ചായ കുടിക്കാതെ ശല്യപ്പെടുത്തി എന്തായാലും കിട്ടും. ചെല്ല്. എന്താ ഇങ്ങനെ അമാന്തം? എപ്പോഴും എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടണതല്ലേ ഒരുപാട്. തല്ലിയാലല്ലേ? ഈ പ്രാവശ്യം നല്ലത് കിട്ടിയേക്കണേ. എന്റെ നാത്തൂന് ഇതിന് ഒന്നിനും കൊള്ളില്ലല്ലോ. എനിക്കറിയില്ല ഇങ്ങനെ ഒരു ജന്മം. ടിവിയുടെ മുമ്പ് മാറേണ്ട ക്ലീറ്റസ്. ടിവിയുടെ മുമ്പ് മാറുന്നേ. നീ എന്തിനാ ടി വി ഓഫ് ചെയ്തത്? നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് ടി വി കാണണ്ട. അത് ഞാൻ ടി വി കണ്ടാല് ഈ ടി വി കാണണ്ട, അത്ര തന്നെ. ക്ലീറ്റസ്, ഇത് എൻ്റെ വീട്, എൻ്റെ ടി വി. ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടി വി കാണും. അത് പറയാൻ നീ ആരാണ്? നിന്റെ വീടാണ്. എൻ്റെ വീടല്ലേ? ആണെങ്കിലേ ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടല്ലോ എനിക്ക് അറിയണം. നീ കളിക്കാൻ നിൽക്കല്ലേ? ആ ടി വി ഓൺ ചെയ്യും. എന്ത് കളിക്കണ? ഞാൻ ടി വി ഓൺ ചെയ്യുന്നുള്ള. ഓൺ ചെയ്യണത് ഓൺ ചെയ്യുന്ന നീ തല്ലണമെങ്കിൽ തല്ലടാ. തല്ലിക്കോടാ. നീ എനക്ക് തല്ലണോടാ. ടി വി ഞാൻ ഓൺ ചെയ്യില്ല. തല്ലടാ എന്നാ നീ. എന്ത് തല്ലിക്കോടാ. ഇന്നാടെ തല്ലടാ. നിനക്ക് തല്ലണ്ട തന്നെ. അത് ക്ലീറ്റസ്, നിനക്ക് എന്താ നിനക്ക് പ്രശ്നം? ഞാൻ പുറത്തു നിന്നപ്പോൾ നീ എന്താ പറഞ്ഞ എന്നെ? നീ എന്നെ തല്ലൂന്ന് അല്ലേ? നീ ഓഫീസിൽ വന്ന സമയത്ത് പിന്നെ അതൊന്നും എനിക്ക് തീരെ പിടിച്ചില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ദേഷ്യം വന്നെങ്കിൽ നീ തല്ലിക്കോ എന്നെ. ഇല്ലെന്ന് ഞാൻ നിന്നെ തല്ലിയിട്ടില്ലല്ലോ, പിന്നെന്താ? നീ തല്ലിയില്ലെങ്കിൽ നീ എന്നെ തല്ലടാ. തല്ലി നോക്ക് നീ. നമുക്ക് ടി വി കാണണ്ട, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ടി വി കാണുന്നില്ല, നിർത്തി. നീ ടി വി കാണണ്ട. നീ എന്നെ തല്ലടാ. നീ എന്തിനാന്ന്? എന്തിനാ? എന്തിനാ? ആണുങ്ങളായ വാക്കിന് വില വേണോടാ. ഒരു കുടിച്ചിട്ടുണ്ടല്ലേ? അടിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുടിക്കൂടാ. ഞാൻ കുടിക്കും. ഞാൻ കുടിച്ചും മരിക്കും. നീ ഏടാ അത് ചോദിക്കാൻ? ചോദിക്കോടാ. നീ ചോദിക്കോടാ. തല്ലിക്കോടാ എന്നെ. തല്ലടാ എന്നെ. നീ തല്ലടാ എന്നെ. ചായ പൂന്ന് നിനക്കെന്നെ തല്ലണ്ടേ? നീ ഒറ്റയ്ക്ക് അടിച്ചിട്ട് നീ കളിക്കരുത്. നീ തല്ലണ്ടോ ഇല്ലയോ?
കനക അവസാനമായിട്ട് ചോദിക്കണം, നീ തല്ലുന്നുണ്ടോ ഇല്ലയോ? നീ എന്തിനീ പകലടിച്ചത് ക്ലീറ്റോ? കനക കളിക്കരുത് നീ. നീ ചായയും കുടിക്കണ്ട. ചായ പോയി തറയിലത് ഓട്ടടാ, നിന്റെ വീട്ടിലെ ചവറിൽ ഞാൻ ചായ ഒഴിച്ചില്ലേ? നീ തല്ലെന്നെ. എന്താണ് എന്റെ ക്ലീറ്റോ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോ നീ പോകെ. ഞാൻ ചായ ഒഴിച്ചിട്ട് നിനക്ക് എന്നെ തല്ലണ്ടാടാ. കുഴപ്പമില്ല, നീ തല്ലണ്ടേ നിനക്ക്? നീ പോന്ന്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ശരി, ആണെന്ന് പറഞ്ഞ് നടക്കണം. അവിടെ ആണുങ്ങളെ പറഞ്ഞ വാക്കിനൊരു വില വേണം. തല്ലടാ എന്നെ. അവസാനമായിട്ട് ചോദിക്കണേ, നീ തല്ലുന്നുണ്ടോ ഇല്ലയോ? തങ്കത്തിനെ വിളിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറയട്ടെ, നിന്നെ കൊണ്ടുപോകാൻ പറയട്ടെ. നീ തല്ലുന്നുണ്ടോ ഇല്ലയോന്ന്? ഞാൻ തല്ല് എന്തിനാ നീ ഇങ്ങനെ തല്ല് ചോദിച്ചു വാങ്ങാൻ നിൽക്കണത്? തല്ലു എന്ന് പറഞ്ഞു. നീ എന്താ അടിച്ചത്? വല്ലാത്തൊരു ഇവനെ കൊണ്ട്. ഒന്നും സംഭവിച്ചില്ല, ഇത്തവണയും ചീറ്റി. ഓ, നിന്നെ കൊണ്ട് അതിനും കഴിയാതെ പോയല്ലോടാ. അല്ല, നിനക്ക് അവന്റെ കൊണ്ട് മരിക്കാനാ യോഗം. വഴി പറഞ്ഞു അതുപോലും മര്യാദക്ക് ചെയ്യാനറിയാൻ പാടാത്ത മനുഷ്യൻ. എന്റെ കൊച്ചിന് അച്ഛനില്ലാതെ നിർത്തേ, എനിക്കൊന്നും സംഭവിക്കില്ല. ക്ലീറ്റ ചേട്ടാ, ഒന്ന് ധൈര്യം ചെല്ല്. ഒരാട്ടി മേടിക്കാൻ പോലും പറ്റൂലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരൊറ്റ കൈ പ്രയോഗ. അവൻ്റെ എങ്ങനെ അടി മേടിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കിക്കോ, 5 മിനിറ്റിനുള്ളിൽ അവൻ്റെ നീ അടി മേടിച്ചു. കളിക്കുന്നത്. ഈ ദൈവത്തിന് കണ്ണുമില്ലേ? എത്ര നേരം ആ മനുഷ്യൻ കഷ്ടപ്പെടണം. അവനെ അടിച്ചാലും കടി. എന്താണ് നിന്റെ പ്രശ്നം? എന്നെ പ്രശ്നം അറിയണം അല്ലേ? എന്താണ് എന്നെ തല്ലടാ നീ. എന്താണ് എന്താ നിനക്ക്? എടാ, ആണാണെങ്കിൽ നീ എന്നെ തല്ലടാ. വട്ടായോ? വട്ടാണടാ, എനിക്ക് പ്രാന്താണടാ. നീ എന്നെ തല്ലടാ. നീ എന്നെ തല്ലിക്കടാ. ആരുടെ അളിയ നിന്റെ? എന്താ കാര്യം പറ. അതെ, അടി എന്ന് പറയുന്ന ഒന്നിനും പരിഹാരമില്ല. എനിക്ക് എന്റെ ശ്രമ പരീക്ഷിക്കരുത്. തല്ലടാ നീ. കുറച്ചു നേരം സമാധാനപരമായിട്ട് സംസാരിക്കാം, അപ്പൊ എല്ലാം തീരും. എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്? ആ ചേച്ചിയെ ഒന്നിട്ട് വന്നേ. കനകന്റെ ജാതക സുധീരൻ ജോത്സ്യൻ തന്നാ. ഈ ജാതകത്തിൽ ഒരു പ്രശ്നമില്ല. അയാൾ പഞ്ചാംഗം വെച്ച് നോക്കിയപ്പോ തെറ്റ് പറ്റിയതാന്ന്. ഉണ്ണീഷ്ണ പണിക്കർ എഴുതിയതാത്ര ശരി. കനകന്റെ നാളെ ആയില്ലാണ്, പൂയല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത്ര. അത് പൂയ നാളാണെങ്കിൽ ഇത് ആയില്ലല്ലേ, രാജയോഗ. ഒരു കുഴപ്പമില്ല. വേണ്ട വേണ്ട വിചാരിക്കുമ്പോ എരന്ന് വാങ്ങിച്ചോളൂ. അവനെ കൊല്ലുന്നതായിരുന്നു തങ്കം.